നക്ഷത്രക്കുട്ടിയുടെ വിദ്യാരംഭം മൂകാംബികയിലായിരിക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. കർണാടക ഡിസ്ട്രിക്റ്റിലെ ഉടുപ്പി എന്ന ജില്ലയിൽ കൊല്ലൂരാണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ദേവി സരസ്വതിയായിട്ടാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാരംഭത്തിന് അത്യുത്തമമാണ് മൂകാംബിക. രാത്രി ഒരു 12:30 ആയപ്പോഴായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഞങ്ങളുടെ ബസ്. മോർണിംഗ് നമ്മൾ കാഞ്ഞങ്ങാടെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും യാത്രയായി. അങ്ങനെ ഒരു 12:30 ആയപ്പോഴാണ് ഉച്ചയ്ക്കാണ് നമ്മൾ മൂകാംബികയിലെത്തുന്നത്. നല്ല ക്ലൈമറ്റായിരുന്നു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബക്രീദിൻ്റെ ടൈമിൽ എത്തിയോണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. റൂമൊന്നും കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അമ്പലത്തിനടുത്തായിട്ടുള്ളൊരു റൂം ബുക്ക് ചെയ്ത് അതിൻ്റെ അടുത്തായിട്ട് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു കേരള സ്റ്റൈൽ ഫുഡൊക്കെയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അഫോർഡബിൾ പ്രൈസായിരുന്നു. തിരികെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. പിന്നെ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇതിൻ്റെ മുന്നിലായിട്ട് കോർട്ട്യാർഡൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് നേരം നിന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് അപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് 2 മിനിറ്റേ ഉള്ളൂ സൗപർണികയ്ക്ക്. പിന്നെ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സൗപർണികയിൽ പോകണം എന്നുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വരുന്ന ഏതൊരാൾക്കാരായാലും ആദ്യം സൗപർണികയിൽ വന്ന് സ്നാനം ചെയ്ത് അവിടുത്തെ വിഘ്നേശ്വരനെ കണ്ട് തൊഴുതതിന് ശേഷമാണ് മൂകാംബിക ദേവിയെ ദർശിക്കേണ്ടതെന്നാണ് അവിടുത്തെ ഐതിഹ്യം. ഇതേ നോക്കിക്കേ, നിറയെ മത്സ്യങ്ങളൊക്കെ കണ്ടില്ലേ? നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഒരുപാട് ആഴമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇറങ്ങാവുന്നതാണ്. കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ കളിക്കാനും ഒക്കെ നല്ല രസമാണ്. പിന്നെ നമ്മൾ അവിടുന്ന് സ്നാനമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടൊരു വനം കണ്ടു. അപ്പോൾ അതിനടുത്തായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗരുഡ ഗുഹ എന്നൊക്കെ. അതിനടുത്തായിട്ട് കുറേ ആശ്രമങ്ങളൊക്കെ ഉണ്ട് സ്വാമിമാരുടെ. അപ്പം നമ്മൾ അവിടെ ഒരാളോട് ചോദിച്ചപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലൊരു പ്രതിഷ്ഠയുണ്ട്. പക്ഷെ നമ്മൾ ഉച്ച സമയത്താണല്ലോ ചെന്നത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അത് ക്ലോസ്ഡ് ആയിരുന്നു. നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് ഉച്ചയ്ക്ക് റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് വൈകിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് വീണ്ടും യാത്രയായി. അങ്ങനെയാണ് സൈഡിൽ മുല്ലപ്പൂവിൻ്റെ കുറേ കടകൾ കണ്ടിട്ട് നക്ഷത്രക്കുട്ടിക്ക് വാശിയായി. മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞ് മുല്ലപ്പൂ ഒക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞത് മുല്ലപ്പൂ അല്ല, കാട്ടുമുല്ലെന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് യാത്രയായി. അവിടെ ചെന്നപ്പോൾ ഏകദേശം നല്ല ക്യൂ ഉണ്ടായിരുന്നു. 3 മണിക്കൂറോളം ഞങ്ങൾ ക്യൂ നിന്നു. അപ്പോൾ ക്യൂ നിൽക്കുന്നതിൻ്റെ ആ ഒരു ഇടയ്ക്ക് തന്നെയാണ് അവിടുത്തെ നമ്മുടെ ഉള്ളിൽ ദേവിയെ എഴുന്നള്ളിപ്പുണ്ടായിരുന്നു പുറത്തേക്ക്. അങ്ങനെ അതൊക്കെ കാണാൻ പറ്റി. അപ്പോൾ അവിടെ വന്ന തീർത്ഥാടകർ തന്നെയാണ്. പ്രതിഷ്ഠയുടെ പുറകിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും, തൊഴാനായിട്ട്. അങ്ങനെ ഏകദേശം 4 വലത്തുണ്ടായിരുന്നു. നമുക്ക് ടെൻഷനല്ല, നക്ഷത്രക്കുട്ടിക്ക് വിശക്കുമോ, നക്ഷത്രക്കുട്ടിയുടെ വാശി. പക്ഷെ ആൾ നല്ല ഇതായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു. അങ്ങനെ 2-3 മണിക്കൂറോളം ഞങ്ങൾ ആ ക്യൂവിൽ നിന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ദർശിക്കാൻ പറ്റി ദേവിയെ. അങ്ങനെ തൊഴുതിറങ്ങി പ്രസാദമൊക്കെ ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നെയാണ് നമ്മൾ കാണിക്ക വഞ്ചിയിലിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. അങ്ങനെ കാണിക്കയൊക്കെ വഞ്ചിയിലിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ ഒന്ന് സ്പെൻഡ് ചെയ്ത് നക്ഷത്രക്കുട്ടിക്ക് ലഡു വേണമെന്നും പറഞ്ഞ് ലഡുവൊക്കെ കൊടുത്ത് അപ്പോഴാണ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് കുറേ ചേച്ചിമാർ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടത്. അപ്പോൾ അവരെ കാണണം, അവരുടെ അടുത്ത് പോകണമെന്നൊക്കെയുള്ള വാശിയായി. അങ്ങനെ അവരുടെ അടുത്ത് കൊണ്ടുപോയി അവർ ബ്ലെസ്സിങ്സൊക്കെ കൊടുത്തു. നല്ലൊരു നർത്തകി ആകട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങളും ഹാപ്പി, നക്ഷത്രക്കുട്ടി ഹാപ്പി. അങ്ങനെ കുറച്ച് നേരം കൂടെയൊക്കെ നമ്മൾ അമ്പലത്തിലൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ രാത്രി ആയല്ലോ. അപ്പം നമുക്ക് നല്ല വിശപ്പ് തുടങ്ങി. ഏകദേശം ഒരു 8-9 മണിയായി. അതിനടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി രാത്രിത്തെ ഫുഡ് അവിടെ നിന്നായിരുന്നു നമ്മൾ കഴിച്ചത്. നല്ല ഫുഡൊക്കെ ആയിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നക്ഷത്രക്കുട്ടി ആൾ കൂളാണ്. ലഡുവൊക്കെ കഴിച്ച ആളുടെ വിശപ്പൊക്കെ മാറി. അങ്ങനെ രാത്രി വന്ന് റെസ്റ്റൊക്കെ എടുത്ത് രാവിലെ ഞങ്ങൾ മൂകാംബികയിലേക്ക് യാത്രയായി. വീണ്ടും തലേന്ന് തന്നെ നമ്മൾ കൂപ്പൺ എടുത്തുകൊണ്ട് പിറ്റേന്ന് നമുക്ക് ഡയറക്റ്റ് വന്ന് എഴുതിക്കാനായിട്ടുള്ളൊരു ഇത് കിട്ടി. അപ്പോൾ അങ്ങനെ മോളുടെ എഴുത്തിനിരുത്താനൊക്കെയുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അത് നല്ല വാശിയായിരുന്നു മോർണിംഗ് ആയതുകൊണ്ട്. അങ്ങനെ എഴുത്തിനിരുത്തലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും പുറത്തേക്ക് വന്നു. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കെന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ്. അങ്ങനെ മൂകാംബിക ദേവിയെ കണ്ടു തൊഴുതതിൻ്റെ സന്തോഷത്തിലാണ്. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ സ്റ്റാൻഡിലേക്ക്. പോകുന്ന വഴിക്ക് നമുക്ക് സൗപർണിക കാണാൻ സാധിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു യാത്ര. കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരേക്കുള്ള യാത്രയ്ക്ക് വേണ്ടിയാണ് ബൈൻഡൂർ സ്റ്റേഷനിലെത്തി. അങ്ങനെ ഏകദേശം ഒരു 1:30 ഉച്ചയ്ക്ക് 1:30 ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്, താങ്ക് യു.
ലവ് യു.